നീ ഇവിടെ വാ. ആന്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഓക്കെയാണ്. വല്ലാതെ വേദനിച്ചു, പാട് വല്ലതും വന്ന. ഇവനാണ് സിഗരറ്റ് വലിക്കുന്നെങ്കിലും നിന്റെ വായിന്ന് എങ്ങനെയാ സ്മെല്ല് വരുന്നത്? ആന്റി എനിക്ക് ഒരു കുഴപ്പമില്ല. ആ വന്നിരുന്ന പെണ്ണേതാ ആന്റി? അവൾ ആരാണെങ്കിലും നിനക്ക് അടി വാങ്ങിച്ചു തരാൻ പാകത്തിന് മാത്രം യോഗ്യതയുള്ളവളല്ല. അവൾക്ക് അവളുടെ സ്ഥാനം എന്താണെന്ന് ഉറപ്പായും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആന്റി നിങ്ങളുടെ കണ്ണെന്ന് നിറഞ്ഞിരിക്കുന്നേ എന്തുപറ്റി? നിനക്ക് മുറിവ് പറ്റിയാൽ വേദനിക്കുന്നത് എനിക്കാണ്. ഈ പെണ്ണാണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. കിട്ടു, എനിക്ക് ആ പെണ്ണിന്റെ മൊത്തം ഡീറ്റെയിൽസും വേണം, A to Z. ഞാൻ തരാം നിനക്ക് അവളുടെ ഡീറ്റെയിൽസ്. ശരിക്കും നോക്കി വേണം അളവെടുക്കാൻ. ഓ ആയിക്കോട്ടെ, നോക്കിയോ മോനെ, നിനക്ക് ഞാൻ തയ്ച്ചു തരാൻ പോകുന്ന റോയൽ സഫാരി സൂട്ട് കണ്ട് എല്ലാരും അന്തം വിട്ടു. ശരിക്കും എന്നെ കാണാൻ രാജകുമാരനെ പോലെ ഉണ്ടാവോ? അതെ പവിത്ര, ഈ കളർ നിനക്ക് വളരെ നന്നായിരിക്കും. നന്നായിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ശരൺ ചേട്ടന് സ്വന്തം ചിന്തയെക്കാളും കൂടുതൽ ഭാര്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്വന്തമായിട്ടും കൂടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എടുക്ക്. ചേട്ടന്റെ തലക്കെടിന്റെ ഫംഗ്ഷനാ നടക്കാൻ പോകുന്നേ. അതൊക്കെ നോക്കാം. ദേ നോക്ക്, ശരൺ ബണ്ണയ്ക്ക് എങ്ങനത്തെ സൂട്ടാണ് തെക്കേണ്ടതെന്ന് ഞാൻ പറയാം. ശരൺ ബണ്ണയ്ക്ക് വേണ്ടത് ഇത്. സെയിം പിഞ്ച്. മുത്തശ്ശിക്കും എനിക്ക് ഒരേ ടേസ്റ്റ് ആണല്ലേ? നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. ദേ നോക്ക്, ശരണിന് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ ആ സൂട്ട് വേണ്ട, ഇതേപോലെ സൂട്ട് തയ്ച്ചാ മതി. കേട്ടല്ലോ? റോജ, ദേ നോക്ക്, ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ? നിനക്ക് ശരിക്കും അടിപൊളിയായിരിക്കും. റോജയെ കാണാൻ തന്നെ ഒരു പ്രിൻസസിനെ പോലെ ഉണ്ടാകും. പോ ഇത് ഇട്ടിട്ട് വാ. ഓക്കെ പപ്പ. നാളേക്കുള്ളിൽ അവിക്കും ശരണിനും ഞാൻ പറഞ്ഞതുപോലെ ഡ്രസ്സൊക്കെ തെച്ചേക്കോ? ശരി, ആയിക്കോട്ടെ. നാളേക്ക് മുന്നെയോ? അമ്മായി, ഫംഗ്ഷന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. എന്തിനായിപ്പോ ഇത്രയും ധൃതി? നീ മറന്നുപോയെന്ന് തോന്നുന്നു ശരൺ. രാജതിലകത്തിന് മുൻപായി മോതിരം അണിയിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. ഇവരെ വീർഗറിന്റെ രാജമോതിരം അണിയിക്കാറുണ്ട്. ശരി. നിനക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് രാജകുലത്തിലുള്ള കുടുംബാംഗങ്ങൾ എല്ലാരും ചേർന്നാണ് മോതിരം അണിയിക്കാറുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് അമ്മായി. നാളെ മോതിരത്തിന് പൂജ ഉണ്ടെന്ന് പറയുമ്പോ ദീപാവലിക്ക് ശേഷം ശരൺ ചേട്ടന്റെ രാജതിലകം തീരുമല്ലേ? വീർഗർക്ക് അവരുടെ രാജാവിനെ കിട്ടുന്നതാണ്. മോതിരമിടുന്ന ചടങ്ങ് മൊത്തം കുടുംബത്തിനോടൊപ്പമോ? അതായത് ഈ പെൺകൊച്ചും അവിടെ ഉണ്ടാകും. റാണിയമ്മ ഒരു സാധാരണ പെൺകുട്ടിക്ക് മോതിരം ഇട്ട് കൊടുക്കുമെന്നോ? ഞാൻ അതും എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാജകുടുംബത്തില് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇതുവരെ സംഭവിക്കാത്തവരൊന്നും റാണി ഒരിക്കലും സംഭവിക്കാൻ അനുവദിക്കില്ല. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇവർക്കും നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ഡ്രസ്സ് തുന്നണം. കേട്ടല്ലോ? പൂജാരിയാണ് ഫോണിൽ വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ജോലിയാ. നീയും എന്റെ കൂടെ വാ. ശരി.
വാ അടച്ചു വെക്ക്, അല്ലെങ്കിൽ കൊതുക് കയറും. ഈ ഡ്രസ്സിൽ ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ഉണ്ടല്ലേ? ആ അത് ശരിയാ. ഒരു സൈഡിൽ ഇവരും മറ്റേ സൈഡിൽ മോഹിനി ആന്റിയുടെ മോളും ഉണ്ടല്ലോ. രണ്ടുപേർക്കും എന്തോരം വ്യത്യാസമുണ്ട് നോക്ക്. ഇല്ലില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. കരിക്കട്ടയും വയരവും തമ്മിലുള്ള അത്രയും വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ടാ തുണി അവരുടെ മുറി കൊണ്ടുപോയി ഇട്ട് നോക്കുന്നത്. മറ്റുള്ളവർ കണ്ടാ പരിഹസിച്ച് ചിരിക്കില്ലേ? ഈ ഡ്രസ്സ് കാണാൻ എന്തൊരു ഭംഗിയാ. പക്ഷേ എനിക്കിത് നന്നാവോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്താ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നീ ഇട്ട പിന്നെ എങ്ങനെയാ ഭംഗി ഉണ്ടാവുക? എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് കളറിലെ ഡ്രസ് ഇടണം, ലൈറ്റ് കളറിലെ ഡ്രസ് ഇടണമെന്ന്. ലൈറ്റ് കളറിലെ ഡ്രസ് ഒന്നും എന്താ ഇവിടെ ഇല്ലെന്നാണോ? ചേരുന്നില്ല ഇത്. വേറെ ഡ്രസ് ഒന്നും ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന മൊത്തം ഡ്രസ്സുകളും ഡാർക്ക് കളറിലുള്ളതാണ്. ലൈറ്റ് കളറിലെ ഡ്രസ് ഒന്നും ഇല്ലേ? ചെല്ല്, പോയി ലൈറ്റ് കളറിലെ ഡ്രസ് എടുത്തിട്ട് വാ. ഇന്നലെ കേറി വന്ന ആ പീറ പെണ്ണ്, അവൾ വെളുത്ത സുന്ദരി. അവളൊരു മാലാഖ കുഞ്ഞൊന്നുമില്ലല്ലോ, വേറൊരു നാട്യക്കാരുടെ മകളാണ്. നീ എന്താ നിന്റെ മുഖത്തൊന്നും ചെയ്യാത്തത്? അമ്മേ, ഞാൻ എന്റെ അച്ഛനെ പോലെയാ. നിന്നോട് ആരാ പറഞ്ഞു നിന്റെ അച്ഛനെ പോലെ ആവാനായിട്ട്? ഞാനാണോ പറഞ്ഞത്? ആ കാണാൻ കൊള്ളാത്ത വൃത്തികെട്ട മനുഷ്യനെ പോലെ ആയി വരാനായിട്ട്? എന്നെ പോലെ ആയിക്കൂടായിരുന്നോ? അതിലിപ്പോ ഞാൻ എന്താ ചെയ്യാനാ? മിണ്ടരുത്, ഒരു വാക്ക് മിണ്ടരുത്. എത്ര വട്ടം പറഞ്ഞിട്ടുള്ളത് നിന്നോട് ക്രീം തേക്കണം, ക്രീം തേക്കണം എന്നുള്ളത്. ഇനി ക്രീം തേച്ചിട്ട് മതിയാവുന്നില്ലെങ്കിൽ കുറെ പൗഡർ എടുത്ത് കൊട്ടി പൂശണം മുഖത്ത്. മതി അമ്മ. പറഞ്ഞില്ലേ ഞാൻ മിണ്ടാതെ നിൽക്കാനായിട്ട്? വീട്ടിലെ വേലക്കാര് പോലും ഇന്നലെ കേറി വന്ന പെങ്കച്ചുമായിട്ട് കമ്പയർ ചെയ്യാ നിന്നെ. അവൾ ആരാന്ന് അവളുടെ വിചാരം? നിനക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞു തന്നാലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്ക. മനസ്സിലാവുന്നില്ലേ? ഇന്ന് നിന്നെ ഞാൻ ഇങ്ങനെയും വെളുപ്പിച്ചിട്ടേ ഇരിക്കൂ. അണിഞ്ഞൊരുങ്ങി നടക്കാൻ തുടങ്ങ. മനസ്സിലായോ? മുത്തശ്ശി, ഞാനും എപ്പോഴാ ഇതുപോലെയുള്ള റോയൽ റിംഗ് ഇടുന്നത്? നാളെ നിന്റെ മോതിരം നിനക്ക് കിട്ടും. ചേച്ചിക്ക് നാളെ റിംഗ് കൊടുക്കില്ലേ മുത്തശ്ശി? ടൈലർ അങ്കിൾ, എന്റെ ഡ്രസ്സ് കുറച്ച് ഇവിടെ ലൂസാണ്, ഒന്ന് ഓൾട്ടർ ചെയ്ത് തരുമോ? ഇവിടെ. ക്ഷമിക്കണം, ഞാൻ രാജകുടുംബത്തിലുള്ളവരുടെ തുണി മാത്രമേ തയ്ക്കൂ. ഇത് വേണമെങ്കിൽ എന്റെ സഹായികളെ വെച്ച് ചെയ്തു തരാം. എന്താ പറയുന്നേ? എന്നെ റോലായിട്ട് തോന്നില്ല എന്നാണോ, അതോ എന്റെ ഡ്രസ്സോ? പക്ഷെ ഈ അരമനയിൽ നൃത്തം ചെയ്യുന്നവരെ നാട്യക്കാരി എന്നാണ് വിളിക്കാറുള്ളത്. അവർക്ക് ഇവിടെ യാതൊരു ബഹുമാനവും കിട്ടാറില്ല. സെയിം പിഞ്ച്. മുത്തശ്ശിക്കും എനിക്ക് ഒരേ ടേസ്റ്റ് ആണല്ലേ? നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. റിംഷിം, ടൈലർ നിന്റെ ഡ്രസ്സ് തയ്ച്ചു തന്നിട്ടുണ്ട്. നാളെ ഇട്ടാൽ മതി. ഇപ്പൊ എടുത്ത് മടക്കി വെച്ചേക്ക്. കേട്ടല്ലോ?
അമ്മേ, എല്ലാവർക്കും എന്താ എന്നോട് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താ എന്നോട് തുറന്നു പറയാത്തെ? എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്താ പറ്റിയേ? എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? പിന്നെ റാണി മുത്തശ്ശി ഇപ്പോഴും ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ച കാര്യം ഓർത്ത് എന്നോട് ദേഷ്യത്തിലാണോ? അതോ എനിക്കറിയാത്ത വേറെന്തെങ്കിലും കാരണമുണ്ടോ? റോജുമോളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? അതൊന്നുമില്ല മോളെ, മോള് വിഷമിക്കണ്ട. അങ്ങോട്ടിരിക്കെ വാ. സിഗരറ്റ് വലിച്ച ആ ചെറുക്കന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ എന്തെറ്റാ ചെയ്ത്? എന്നെ മുത്തശ്ശി, അവരെ ഞാൻ മുത്തശ്ശി എന്ന് വിളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ആർക്കും സന്തോഷമില്ല. ഇല്ല, മോള് കരുതുന്ന പോലൊന്നുമില്ല. നമ്മളിവിടെ പുതിയതായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. ആ പിന്നെ നാളെ മോൾക്കും മോതിരം ഇടുന്നുണ്ട്. റോയൽ മോതിരം. റാണിയമ്മ എൻ്റെ അടുത്ത് നിന്റെ സൈസും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നേ? ഞാൻ ചെന്ന് എന്റെ ഡ്രസ്സിന്റെ ഫിറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരാം. സത്യം എന്താന്ന് മറ്റൊരാളിലൂടെ റിംചി മറിയുന്നതിന് മുമ്പ് എനിക്ക് ശരണോട് സംസാരിച്ചേ പറ്റൂ. അമ്മായി, നിങ്ങളെ തോൽപ്പിച്ചു തോർക്കുമ്പോ എനിക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ട്. ഈ തോൽവിയിലും വിജയം എനിക്ക് തന്നെയാ. അത് ഓർമ്മയുണ്ടല്ലോ? ചതുരംഗം കളിക്കാൻ ഞാനാണ് നിന്നെ പഠിപ്പിച്ചത്. ശരി. ഗുരുവിനേക്കാൾ ശിഷ്യൻ നന്നായി കളിച്ചാൽ അത് ഗുരുവിന് അഭിമാനിക്കാൻ വക നൽകും. നിന്റെ ശബ്ദം എപ്പോഴും എന്റെ ചെവിയിൽ മാറ്റൊലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത് ഈ അരമനയിൽ കേൾക്കുകയാണ്. ഇവിടെ ഐശ്വര്യം വന്നതുപോലെയുണ്ട്. അമ്മായി, എനിക്കൊരു നല്ല രാജാവാകാൻ പറ്റുമെന്ന് അമ്മായിക്ക് എന്ത് കാരണം കൊണ്ടാ തോന്നുന്നത്? നിന്നെ ഞാൻ കൊച്ചുനാൾ മുതലേ വളർത്തി വലുതാക്കിയതാ. നിന്നെക്കുറിച്ച് നിന്നെക്കാളും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാ. ശരി. മുത്തശ്ശി, ആവിക്കുട്ടാ, അവിമോൻ എന്റെ കൂടെ വന്നേ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അമ്മ ഇവനെ കൊണ്ടുപോക്കാം, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ആ, എന്താ പറ്റിയ പവിത്ര? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? എന്താ പറ്റിയേ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വാ, ഇരുന്ന് സംസാരിക്കാം. ഇല്ല, എന്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയുന്നത് വരെ എനിക്ക് സമാധാനമായിട്ട് ഒരിടത്തിരിക്കാൻ പറ്റില്ല. എന്തു പറ്റി? നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് വന്നത് മുതൽ നിങ്ങളെയും പിന്നെ അവിക്കിനെയും എല്ലാരും തലയിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷെ മോൾ എന്ത് തെറ്റാ ചെയ്തേ? എന്തു പറ്റി? അവളുടെ വഴിയിൽ എല്ലാരും മുള്ളു വാരിയിടുക. ആ മുള്ള അവളുടെ കാലിൽ കുത്തി കേറിയാലോ? എന്റെ മോളെ ഒരു മുള്ളും കുത്താൻ ഞാൻ അനുവദിക്കില്ല. വീർഗർക്ക് രാജാവാകുന്നതിന് മുന്നേ ഞാൻ അവളുടെ അച്ഛനാ. അവൾക്കൊന്നും സംഭവിക്കില്ല. ഹേ, എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ വീട്ടില് അവൾക്ക് എന്തൊക്കെയോ വലിയ അറിവുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എന്റെ മുടി പെയിന്റ് ചെയ്ത് വയസ്സിനെ മറച്ചു വെച്ചിരിക്കുക. ഈ വീട്ടിൽ എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ എല്ലാ പ്ലാനിങ്ങും ചെയ്തതല്ലേ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞു വെച്ചതായിരുന്നു. ഇനി എങ്ങനെയാ ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് പോവുക? ആ ശരണങ്ങാനം ആ സിംഹാസനത്തിൽ കയറി ഇരുന്നാലുണ്ടല്ലോ. പക്ഷെ ഞാനിനി എന്ത് ചെയ്യാനാ? എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാത്തിരിക്കണം. ശരിയായ സമയം വരുമ്പോ ആക്രമിക്കണം. ആക്രമിക്കാനോ? എന്തെങ്കിലും യുദ്ധം നടക്കാൻ പോകുന്നുണ്ടോ അച്ഛാ? യുദ്ധമല്ല,
ഒരു ചതുരംഗ ചതി നടക്കാൻ പോവുക. രാജാവിന്റെ അടുത്ത് ഭാഗ്യം ഉള്ളിടത്തോളം കാലം അയാൾ സുരക്ഷിതനായിരിക്കും. പക്ഷെ അയാളെ കൊന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും. ആ ശരണിന്റെ ശക്തി അവന്റെ കുടുംബമാണ്. ആ ശക്തി ഒന്ന് ബലഹീനമായാൽ നമ്മൾ ജയിക്കും. അതായത് ആ മോതിരമിടൽ ചടങ്ങിൽ ആ പെങ്കൊച്ചിനെ മോതിരമിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിനക്കും മനസ്സിലായോ? ചേച്ചി, എനിക്ക് ആ റോയൽ റിംഗ് കിട്ടിയെന്ന് വിചാരിക്കേ, പിന്നെ ഞാൻ എല്ലാവരോടും ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോ. എടാ ബുദ്ധുസേ, ആ റിംഗ് പവറിന് വേണ്ടിയുള്ളതല്ല, അത് നമ്മുടെ കടമയുടെ അടയാളം. എന്റെ ചേച്ചി ഇങ്ങനെ മുത്തശ്ശി പോലെ സംസാരിക്കല്ലേ. ഞാൻ എന്റെ റിംഗ് പവറിന് വേണ്ടി യൂസ് ചെയ്യും. ചേച്ചി വേണമെങ്കിൽ കടമ നിറവേറ്റാൻ യൂസ് ചെയ്തോ. ഓക്കെ? ഇപ്പോ നമ്മൾ സംസാരിച്ചതൊക്കെ ഒരു ദിവസം ചെയ്യാൻ കഴിയുമല്ലേ? എന്ത്? ദേ നോക്ക്, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാളിപ്പോയ പിന്നെ ആ ശരണിന്റെ നെറ്റിയില് ശരൺ പെണ്ണ മുമ്പും രാജതിലകത്തിന് തയ്യാറ് തന്നെയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായി? രാജസിംഹാസനോട്ട് കിട്ടിയതുമില്ല, രാജകവാടത്തിൽ നിന്ന് അങ്ങേരെ പിടിച്ച് ഔട്ടാക്കുകയും ചെയ്തു. ഇത്തവണയും അതേപോലെ തന്നെ നടക്കും. നടക്കോ അച്ഛാ, നടന്നു തന്നെ കരുതിക്കോ. കഴിഞ്ഞ വട്ടം സിംഹാസനം കൈവിട്ടുപോയത് ഭാര്യ കാരണമായിരുന്നു. ഇപ്രാവശ്യം അത് നഷ്ടപ്പെടാൻ പോകുന്നത് മകളെ കാരണമാണ്. പ്ലാനിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആരാണിത് ചെയ്യുക? ആന്റി എന്നെ വിളിച്ചായിരുന്നോ? അടിയുടെ മുഴക്കം ഓർമ്മയുണ്ടോ അതോ മറന്നോ? അതൊരിക്കലും ഞാൻ മറക്കില്ല. എങ്കിൽ തന്റെ ശത്രുവിനോട് പകരം വീട്ടേണ്ടത് ഇങ്ങനെയായിരിക്കണം. ആ ശബ്ദത്തിലൂടെ അവരുടെ ചെവികൾ പൊട്ടിത്തെറിക്കണം. ആന്റി എന്നോട് പറയും. ആന്റി എന്ത് പറയുന്നോ ഞാൻ അതുപോലെ ചെയ്യാം. ആ പെണ്ണിനെ കുറിച്ച് ഞാൻ നിനക്ക് തന്ന ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അത് അവളുടെ ചെവി വരെ എത്തിച്ചാ മതി. പിന്നെ നീ കണ്ടോ, നിനക്കേറ്റ അടിയേക്കാൾ വേദനയ്ക്കും അവൾക്ക് ആ വിവരം അറിയുമ്പോ. എല്ലാം തയ്യാറായോ? ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞു. മഹാരാജാവ് ശരൺ രാജസിംഗ് എഴുന്നള്ളുന്നു. സിനിമയിൽ കാണുന്നത് പോലെ തന്നെയുണ്ട്. ഉച്ചത്തിൽ പറയൂ. റോജ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അയ്യോ, ചെരുപ്പിന്റെ സ്ട്രാപ്പ് ഊരിപ്പോയി. ഏയ് നിക്ക് നിക്ക്. പപ്പ എന്റെ കാലിൽ പിടിക്കല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അയ്യോ പപ്പ. മൈ പ്രിൻസസ്, നിന്റെ അച്ഛൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒന്നുകൊണ്ടും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ റിഞ്ചിം ഇവളാണോ?
ഈ സൈനവിക്ക് ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലവളുടെ ജീവിതത്തിലൊരിക്കലും എൻ്റെ പേര് മറന്നു പോയില്ല അവൾ. ഇറ്റ്സ് ഡൺ. വാ ശരൺ ബണ്ണ, ചടങ്ങുകളൊക്കെ തുടങ്ങാം. ശരി. അതിങ്ങി തന്നേക്കോ. അപ്പ അതെ, ഇവിടെ 3 റോയൽ റിംഗ് അല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ 4 പേരല്ലേ? സൈനവി ഈ റോയൽ ഫാമിലിയിൽ ചേർന്നിട്ടുള്ളവളല്ലെന്ന് അവളോട് പറയാനുള്ള കറക്റ്റായ സമയത്താണ്. അവളുടെ അച്ഛൻ വേറെ ആരുമാണ്, അല്ലാതെ നമ്മുടെ കുടുംബത്തിലുള്ള ആരുമല്ലെന്ന്.